സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഓ ദിവ്യകാരുണ്യമേ, കുറച്ച് നല്ല നല്ല പാട്ടുകൾ കേട്ടു. ഹരിവരാസനം വിശ്വമോഹനം, നീലഗിരിയുടെ സഖികളെ ശരണകീർത്തനം ഭക്തമാനസം, ഭരണലോലുപം നർത്തനാലസം. നമസ്കാരം, നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വിൻസൻ ചേട്ടൻ. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പാട്ടുപാടി വൈറലായിട്ടുള്ള വിൻസൻ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യ സത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ. ഇരുമുടി നിറയുമേ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമിതൻ പൊന്നണി വീട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമിതൻ പൊന്നണി വീട്. മാലുകൾ നീക്കിടുവാനയ്യപ്പ നീ മഹിഷിമാരകൻ ആയിട്. മാലുകൾ നീക്കിടുവാനയ്യപ്പ നീ മഹിഷിമാരകൻ ആയിട്. കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ, നീ തന്നതല്ലോ എൻ ജീവിതം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ, നിത്യ സത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴികൾ തുറന്നിടണേ. ഇരുമുടി നിറയുമീ ദുരിതം ഒഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ, ജന്മശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ്, പുലരും സമതതൻ സുന്ദരശീല്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ്, പുലരും സമതതൻ സുന്ദരശീല്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ ആത്മാവല്ലയോ കോവില്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേയൻ ആത്മാവല്ലയോ കോവില്. പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം, അറിയണം അടിയന്റെ സങ്കടം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി
തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. ഹരിഹാരസാരമേ കർപ്പൂരപ്രിയനേ, സിന്ദൂരവർണ്ണനേ സ്വാമിയേ. ഹരിഹാരസാരമേ കർപ്പൂരപ്രിയനേ, സിന്ദൂരവർണ്ണനേ സ്വാമിയേ. ചേട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള്. അയ്യപ്പസ്വാമിയുടെ പാട്ട് പാടിയോടുകൂടി നല്ല ഫേമസ് ആയി. എല്ലാ ചാനലുകാരും എല്ലാ മനുഷ്യരും നമ്മളെ സ്നേഹിക്കണു. അതെ, തീർച്ചയായിട്ടും. പക്ഷെ സ്വാമിയുടെ ഒരു അനുഗ്രഹം ഉണ്ട്. അപ്പൊ ആ പാട്ട് ഞാൻ അവിടെ പഞ്ചായത്തിൽ പോയിട്ട് വെറുതെ ഒരു പാട്ട് അവര് പാടാൻ പറഞ്ഞ് പാടിയതാണ്. അത് വേറൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുന്ന എനിക്കൊരു കരുതലും ഇല്ല. പക്ഷെ അവിടുത്തെ അനുഗ്രഹം. അതെ അതെ അതെ. അപ്പൊ അവർക്ക് അറിയായിരുന്ന ചേട്ടൻ പാട്ട് പാടുന്നത് അവർക്ക് അറിയായിരുന്നു. ഞാൻ ഇതിന് മുന്നേയും പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് പോലെ പാടിയിട്ട് ഒരു ഫേമസ് ആവാൻ മറ്റു പാട്ടുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പാട്ട് വളരെ ശക്തിയായിട്ട് ഒരു തീയായിട്ട് അങ്ങോട്ട് കയറിപ്പോന്നു. പക്ഷെ അത് ആ സമയത്ത് എനിക്ക് ഉള്ളിൽ അങ്ങനെ ഒരു അയ്യപ്പസ്വാമിയുടെ ശക്തി വന്നു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായതാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. ഞങ്ങൾ പല തവണ കേട്ടു. അതെന്ന് വെച്ചാൽ അത് പാടുമ്പോ എന്തോ ഒരു തീ ഉള്ളിൽ വരുന്ന പോലെ. അപ്പൊ പാട്ട് അതുപോലെ അങ്ങോട്ട് ലയിച്ച് അങ്ങോട്ട് പാടി. അനുഭവിച്ച് പാടി. അതെ, തീർച്ചയായിട്ടും അനുഭവിച്ച് പാടിയപ്പോഴാണ് ജനങ്ങളുടെ മേലെ തൊടുന്നത്. വരികൾ പാടിയ കാര്യമില്ല. അത് പാട്ടിൽ ആത്മാവ് ഉണ്ടാവണം. ആത്മാവ് ആ സമയത്ത് വന്നു. ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ആ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വന്നു. അതാണ് അതിന്റെ സത്യം, വേറൊന്നുമില്ല. ചേട്ടൻ അന്ന് പാടിയ പാട്ട് അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങളും പാടാറുണ്ട്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, കാറ്റത്ത് കസവുത്തരിയ മൂലഞ്ഞും കളിയരഞ്ഞാണമഴിഞ്ഞും കയ്യിലെ സോമരസ കുമ്പിൽ തുളുമ്പിയും അവൾ വരുമ്പോൾ ഞാനും എൻ സ്വയംവര ദേവതയും ആഗാനമനുഭവിക്കും. മോഹങ്ങൾ ആശ്ലേഷഭരിതങ്ങളാക്കും. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, മാറിലെ മദനാംഗരാഗം കുതിർന്നും മകരമഞ്ജീരമുതിർന്നും മല്ലിക പുഷ്പശര ചെപ്പുകിലുക്കിയും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിധു ദേവതയും ആ നൃത്തമലങ്കരിക്കും. മോഹങ്ങൾ ആഭാതരമണീയമാക്കും. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ, വിഭ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. അടിപൊളി, അടിപൊളി പാട്ടൊന്നല്ലേ? പിന്നെ ചോദിക്കാനുണ്ടോ? നന്നായിട്ടില്ലേ എന്നല്ല, അടിപൊളി, സൂപ്പറായി. നല്ല
അല്ല നമ്മളിപ്പോ ടിവിയിലും റേഡിയോയിലും ഒക്കെ കേൾക്കുമ്പോ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, വരികൾ ഇങ്ങനെ പാടുമ്പോ ആ ഒരു ഓളത്തിൽ കേൾക്കും. പക്ഷെ ഇതിപ്പോ ചേട്ടന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് അത് കേൾക്കുമ്പോ ഓരോ വാക്കുകളും അതിന്റെ മീനിങ് അതുപോലെ അതിന് കൊടുക്കണ ഫീല് കൂടുതൽ അതെ അതെ നന്നായി നല്ല രസമായി ഫീല് ദൈവം തന്നതാ. തീർച്ചയായിട്ടും ആ ഫീലുള്ള കാരണമാണ് പ്രസിദ്ധമായത്. അതെ 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 അല്ല വരികൾ പാടിട്ട് കാര്യമില്ല. ശരിയാണ്. ചേട്ടനപ്പോ സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം എന്ന് പറയാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു 8 മാസം ചക്കാമുക്കിലെ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറഞ്ഞൊരു പട്ടരുടെ അടുത്ത് ഞാൻ കുറച്ച് സപ്തസ്വരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ശരി. അതിന്റെ പ്രാക്ടീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്ക് 3 വയസ്സ് തൊട്ട് ഞാൻ പാട്ട് പാടാണ്. പാട്ടെന്ന് പറയുമ്പോ ഒരു പള്ളിയിൽ നിന്നൊന്നും അന്ന് പാട്ട് കേൾക്കാൻ പറ്റില്ല, അമ്പലത്തിൽ നിന്ന് ഒരു പാട്ട് കേൾക്കാം. അതാണ് എൻ്റെ ഫസ്റ്റത്തെ പാട്ട്. പാട്ട് വെച്ചാൽ 4 വരി അത് പാട്ടാ ഞാൻ. പിന്നെ തീർച്ചയായിട്ടും നമ ശിവായ നമ ശിവായ നമ ശിവായ 7 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ 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 ഞാൻ പൂനോണ വളയിട്ട തൃപ്പാദം. അവിടെ നിന്നോട്ട് എൻ്റെ പാട്ടിന്റെ ജനനം. പിന്നെ കുറച്ച് നാള് സംഗീതം പഠിച്ചു, പിന്നെ പ്രാക്ടീസ് ചെയ്തു, പിന്നെ പള്ളികളിൽ പാടി, പിന്നെ ഗാനമേളയില് തമിഴ്നാട്ടിൽ കുറച്ച് നാൾ പാടി, ഒസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ നമ്മുടെ കേരളത്തിലൊന്നും പാടാൻ പറ്റിയില്ല, പിന്നെ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ചേട്ടൻ നല്ല ചെറുപ്പം പ്രായത്തില് ഗാനമേളയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു 15 വയസ്സ് തൊട്ട് പാട്ടാണ്. അത് പള്ളിയിലായിരുന്നു പാട്ട് എനിക്ക്. അപ്പൊ ഗാനമേള പല സമയത്തും പല സ്ഥലങ്ങളും പോയി ചോദിച്ചപ്പോ അവർക്ക് ഒരു തൃപ്തിയില്ല. എന്തോ എന്റെ ഭാഗ്യക്കേട്. എത്ര ട്രൂപ്പിൽ പോയി ചോദിച്ചെന്നറിയാം, ഒരു പാട്ട് എനിക്ക് തരൂ, അവര് പാടിച്ചില്ല. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് നാട് വിട്ടുപോയി, കർണാടക, തമിഴ്നാട്, ആന്ധ്ര. പക്ഷെ അവിടെ എനിക്ക് ചാൻസ് കിട്ടി. അവിടെ എവിടെയെങ്കിലും നമുക്ക് ചാൻസ് കിട്ടുമല്ലോ. എന്നിട്ട് തിരിച്ചു വന്ന മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു 9 കൊല്ലം നമ്മുടെ കിഴക്കേ പള്ളിയില് ദൈവത്തിന്റെ പാട്ടുകള് തകർത്തടിച്ച് പാടാൻ പറ്റി. അതെല്ലാവരും പറയും. ആരാധനയ്ക്ക് പാടുമ്പോ എന്നെ കൊണ്ട് പാടിക്കുക. പിന്നെ ഇത്തിരി സ്മോളടി ഉള്ളത് കൊണ്ട് നമ്മൾ പിന്നെ വഴി പഴച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഓഫ് ആയതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് വീണ്ടും ഒരു അവസരം ദൈവം തന്നിരിക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് മോഹൻലാല് പറയണ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസാന്ന്. അതെ, എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ. അതാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും നമ്മൾ സ്വീകരിക്കുന്നു. അതെ. പക്ഷെ എന്റെ മനസ്സില് അന്നും ആരോടും വൈരാഗ്യം ഒന്നുമില്ല. പിന്നെ ഈ ശബ്ദം ദൈവം അനുഗ്രഹിച്ച് തന്നാണ്. അതെ അതെ. ആ ഫീല് തരണത് ആ ദൈവത്തിന്റെ അല്ലേ, അല്ലാണ്ട് ഇങ്ങനെ പാടാൻ പറ്റില്ല. കലാകാരന്മാരെന്ന് പറയുമ്പോ അതല്ലേ. MG ശ്രീകുമാർ പറഞ്ഞു ആ സരസ്വതി കടാക്ഷുള്ള വ്യക്തിയാണെന്ന്. ഇപ്പൊ എന്റെ മനസ്സിലൊരു മോഹമുള്ളത് MG ശ്രീകുമാറിനെ കാണണം, ഒരു സിനിമയിൽ പാട്ട് പാടണം. ഇതാണ് എന്റെ മോഹം. തീർച്ചയായിട്ടും നടക്കും. നമ്മളിപ്പോ MG സാറിനെ കാണണം, ഒരു പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തെങ്കിലും ചാൻസ് ആരെങ്കിലും വിളിച്ചാ ചേട്ടനെ? ചാൻസ് ഇപ്പോ അമൃത TV വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് 5-ാം തീയതി ഒരു 3 പാട്ട് പാടാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ പോയി റെക്കോർഡ് ചെയ്യും. അത് MG സാറും ജയറാമും ഒക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം MG സാറിനെ കാണാന്നുള്ളതാ. അത് കണ്ട നമുക്കൊരു സന്തോഷം. കാരണം ആളുടെ പാട്ടല്ല ഞാൻ പാടിയത്, പക്ഷെ ആളുടെ പാട്ട് ഭയങ്കര ഫീലാ. എനിക്ക് വലിയ ഇഷ്ട. ദാസേട്ടനെ പോലെ തന്നെ വ്യത്യാസല്ലേ. SP ബാലസുബ്രഹ്മണ്യം, ദാസേട്ടൻ, അതുപോലെ തന്നെ MG ഒന്നും മുട്ടാൻ പറ്റില്ല. അപ്പൊ വലിയ കലാകാരനാ. ആളൊന്ന് കാണണം എന്നൊരു മോഹം. ഇതെന്റെ മകനാണ്, നന്നായി പാട്ട് പാടും. അപ്പൊ ഞാൻ SP സാറിന്റെ കാര്യം പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർത്തതാ. നന്നായി പാട്ട് പാടും, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. SP സാറിന്റെ വോയിസിൽ പാട്ട് പാടും, പിന്നെ ലേഡി വോയിസിൽ പാട്ട് പാടും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കലാകാരന്റെ മുമ്പിൽ ഞാൻ നിൽക്കണത്. പിന്നെ ഇവനും ചേട്ടൻ പറഞ്ഞ പോലെ 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാ മിമിക്രിയും പാട്ടും. പക്ഷെ നമ്മള് ഇപ്പോഴും എത്തേണ്ടോടത്ത് എത്തിയിട്ടില്ല. അതാ പറഞ്ഞ ഒക്കെ ഒരു ഭാഗ്യം, സമയമുണ്ട്. തീർച്ചയായിട്ടും. അല്ലാണ്ട് പറ്റില്ല. അതെ.
എനിക്കിപ്പോ ഒരു ചെറിയ സമയം വന്ന പോലെ തോന്നുന്നുണ്ട്. ഉം. ആ സാധിച്ചാ സാധിച്ചു. അതെ. എന്നാ പിന്നെ നമ്മുടെ മോനെ കൊണ്ടൊരു പാട്ട് പഠിക്കൂ. ആയിക്കോട്ടെ. ആ ഉണ്ണി ഒരു പാട്ട് SP സാറിന്റെ ഒരു പാട്ട് പാടിക്കാതെ. മലരേ മൗനമാ മൗനമേ വേദമാ മലർകൾ പേസുമാ പേസിനാൽ ഓയുമാ അൻപേ മലരേ മൗനമാ മൗനമേ വേദമാ മലർകൾ പേസുമാ പേസിനാൽ ഓയുമാ അൻപേ മലരേ മൗനമാ മൗനമേ ചേട്ടൻ അപ്പോ എന്താണ് ജോലി ചേട്ടന്റെ? ജോലി ഓട്ട് കമ്പനിയില് മൂലോട്, നമ്മുടെ വീടിന്റെ മേലെ മൂലോട് മനസ്സിലായി. അടിക്കുന്ന ജോലിയാണ്. ആ ആ അതിന് പോണു. പിന്നെ ആ ജോലിയും പിന്നെ പറമ്പ് പണിയൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യും. കൈക്കോട്ട് കളക്കും. അല്ലാണ്ട് വലിയ ഉദ്യോഗമൊന്നും നമുക്കില്ല. ചേട്ടനിപ്പോ വൈറലായ സ്ഥിതിക്ക് ചേട്ടനിപ്പോ ഒരു ഡ്രീം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു സ്വപ്നം, നടക്കാതെ പോയ എന്തെങ്കിലും ഒരു സ്വപ്നം? നടക്കാതെ പോയ സ്വപ്നം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ, സിനിമയിലൊരു പാട്ട് പാടണം, MG ശ്രീകുമാറിനെ കാണണം. ആ പിന്നെ സിനിമാ ഫീൽഡില് ഒന്ന് ആർമാദിക്കണം. മനസ്സിന്റെ ഒരു ആഗ്രഹം മാത്രം. നടന്നാ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. നടക്കും, ഉറപ്പായും നടക്കും. പക്ഷെ അതെന്റെ ഒരു ജന്മകാല ഒരു 3 വയസ്സ് തൊട്ടുള്ള സ്വപ്നാണത്. 58 വയസ്സായിട്ട് ഇപ്പൊ അത് സാധിക്കുകയാണെങ്കിൽ അത് ഈശ്വരൻ തന്നെ കൃപയാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേട്ടാ നമുക്ക് ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോയാലോ? പോവാലോ, വയോ, അതിനിപ്പോ എന്താ പ്രശ്നം? അതല്ലേ നമുക്ക് ഒരു ചേട്ടാ, ഞങ്ങള് ചേട്ടന്റെ വീട് അന്വേഷിച്ച് പോകുന്ന സമയത്തെ ഞങ്ങള് കുറച്ച് ആളുകളോടൊക്കെ വീട് ചോദിച്ചപ്പോ അവര് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളോട്, ഇപ്പൊ ഈ അടുത്താണ് ഹൗസ് വാമിങ് കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞു. എന്നായിരുന്നു ഹൗസ് വാമിങ്? അത് ഇന്നാണ് വെഞ്ചിരിപ്പ്. ഇന്നാണ് ഞങ്ങൾ താമസം അങ്ങോട്ട് മാറിയത്. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. ആകെപ്പാടെ ഒരു 350 സ്ക്വയർ ഫീറ്റിന്റെ പഞ്ചായത്തിന്റെ വീടാണ് പണിതാക്കണത്. അപ്പൊ അത് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് താമസം തുടങ്ങി. അത്ര തന്നെ. പക്ഷെ എന്റെ വീട്ടില് എന്റെ 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവരൊക്കെ സ്നേഹം ഉണ്ടാവും. നമുക്ക് പരിചയപ്പെടാം. അതിന് കുഴപ്പമില്ല. അവരെല്ലാവരും നല്ല സ്നേഹ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്ര ഇഷ്ട. അപ്പൊ നമ്മള് വിൽസൺ ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വിൽസൺ ചേട്ടന്റെ ഫാമിലി, വൈഫ്, മക്കള് പുറത്തേക്ക് ജോലിക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അവരെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ചേച്ചിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി പേര് പറയോ? എന്റെ പേര് രചിത. ഞാൻ ഇവിടെ ഇങ്ങനെ ജോലിയുണ്ട്. എന്റെ ഐസ്ക്രീമില് ജോലിക്ക് പോകുന്നു. ഇങ്ങനെ പിള്ളേര് 2 പേരുണ്ട്. 2 പേരും ജോലിക്ക് പോകുന്നു, ഞാനും ജോലിക്ക് പോകുന്നു. ചേട്ടൻ എങ്ങനെ, ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെയും ചേട്ടൻ നല്ല ഗായകനായിരുന്നല്ലോ. ചെറുപ്പം ആ സമയത്തൊക്കെ നല്ല പാട്ടായിരുന്നു. ഇപ്പോഴാണ് പാട്ടിന്റെ സൗണ്ട് ഒക്കെ കുറച്ച് പോയിരുന്നു. അത് ശരി. അമ്മയും കേട്ട് ഇപ്പൊ പാട്ട് കേട്ടപ്പോ അമ്മയും പറയുന്ന സൗണ്ട് ഒന്നും അവനില്ല. ശരി. ചെങ്ങാരെ പാട്ട് കേട്ട പള്ളിയില് പാടുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും പറയും, വിൻസന്റെ പാട്ടില്ലെങ്കിൽ കുർബാന കണ്ടു തോന്നിയാണ്. അത് ശരി. ഒരുവിധം പ്രായമായി. ഞങ്ങളന്ന് വന്ന് ഇവിടെ വന്നിട്ട് 10-25 എന്റെ മോന് വയസ്സ് വന്നതല്ല. ഇപ്പൊ അവന് 25 വയസ്സായി. അപ്പൊ അന്ന് ആ കൊച്ചു ചെറുതിലായിരിക്കുമ്പോഴ് ഒരു കരുത്തേപ്പള്ളിയില് ഇവരെ പാട്ട് ഞങ്ങള് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ പാട്ട് പാടി. നമ്മള് പ്രാർത്ഥന കഴിയുമ്പോ പാട്ടുണ്ട്. പാട്ട് പാടിയിട്ട് അച്ഛന് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല സൗണ്ട്, നല്ല പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് അച്ഛനങ്ങനെ വിളിപ്പിച്ചു. ഇവിടെ കല്യാണം കഴിയുമ്പോ എവിടെ പാടുന്ന കേട്ടിട്ടില്ല. പാടും. ചിരിശ്ശേരി പള്ളിയിൽ പാട്ടുകാരനായിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി ആളങ്ങനെ നാട് വിട്ടൊക്കെ പോയി. പിന്നെ കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പാട്ടിലേക്ക് ഇറങ്ങിയിട്ട് അതും ഇറങ്ങാൻ കാരണം കിഴക്കേ പള്ളിയിലത്തെ
അച്ഛൻ കണ്ട്. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടിലെ ബിജാവും പള്ളിയിലായിട്ട് ഭയങ്കര ഭക്തനാണ്. അവരും പറഞ്ഞു നല്ല പാട്ടുകാരനാണ്. പിന്നെ അവരും ചിരിച്ചേരിക്കാരാണ് അവരുടെ ആൾക്കാരൊക്കെ. അപ്പൊ ഇങ്ങനെ ചെറുപ്പം മുതലേ അറിയുകയും ചെയ്യാം നല്ല പാട്ടാണ്. അങ്ങനെയാണ് പള്ളിയിൽ പോയിട്ട് പാട്ട് പഠിക്കുന്നത്. പാട്ട് അവിടെ ചെല്ലുമ്പോ ഓരോ മോഹനും പറയും എന്ത് ഇന്ന് തിരിച്ച പാട്ടുകൾ വന്നില്ലല്ലോ, ഒന്നാലും നേരം കിട്ടിയില്ല, അപ്പൊ നല്ല പാട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പണിക്ക് 6:30 കൂട്ടാം കാലത്ത് കൂട്ടുകമ്പനി നേരത്തെ കാലത്ത് നേരത്തെ പോകുമ്പോ കുർബാന കഴിഞ്ഞ് ചിലര് ഒരുവിധം നേരം വരികയാണെങ്കിൽ കുർബാന കഴിഞ്ഞ് ചേച്ചിമാര് വരുന്നുണ്ട്. അപ്പൊ എന്താ വരാത്തത്, എന്റെ പാട്ട് കേട്ടില്ലെങ്കിൽ നമുക്ക് കുർബാന കണ്ടോന്ന് തോന്നുന്നില്ല. ചേട്ടൻ എങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പാട്ടുകളൊക്കെ പാടി തരാറുണ്ടോ? ഇരിക്കുമ്പോ പാടുന്ന പരിപാടിയൊന്നുമില്ല. പാട്ട് പാടിയെന്ന് വെച്ചാ ഇപ്പൊ പള്ളിയിൽ ഇപ്പൊ ഇന്ന് നാളെ പെരുന്നാൾ, നമുക്ക് ഓരോ സീസണുകൾ ഉണ്ടല്ലോ. പെരുന്നാൾ, ക്രിസ്മസ്, ഈസ്റ്റർ, ഞങ്ങൾക്ക് ഒക്ടോബർ പെരുന്നാൾ, ജനുവരി പെരുന്നാളുണ്ട്, പിന്നെ ക്രിസ്മസ് വരുമ്പോഴും അപ്പൊ പുതിയ പാട്ടുകൾ പഠിക്കണതൊക്കെ അപ്പൊ പിന്നെ വീട്ടില് മൊബൈല് നമുക്കതൊന്നും ഇല്ല. പക്ഷെ ടിവിയില് ഇത് വെച്ചിട്ട് പിന്നെ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, DVD നമ്മളത് ഇട്ടിട്ട് അതില് പാട്ട് പാടി, പിന്നെ പാട്ട് പാടി പഠിക്കണ തിരക്കാ. പിന്നെ പണി വീടൊന്നല്ല, വീട്ടിൽ എന്ത് നടന്നാലും ആൾക്ക് കുഴപ്പമില്ല. ആള് പാട്ട് അത് പഠിച്ച് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നന്നായി പാടുന്നില്ല പറഞ്ഞ. അന്നൊക്കെ ജോലം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അന്നൊന്നും ഇത്രയൊന്നും പ്രശസ്തി ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മൾ സാധാരണക്കാരെ നമ്മൾ പള്ളി പോകുമ്പോ പറയുന്ന കണക്കിലുള്ള കുറെ സ്ഥലത്തേക്ക് പാട്ടിനൊക്കെ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് 10-15 വർഷമൊക്കെ ഉണ്ടാവും പാട്ടിനായിട്ട് എവിടേക്കും പോയില്ല. അതിന്റെ ഇടയ്ക്ക് കുറച്ച് നാള് പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആലങ്ങാട് ഒരു ക്ലബ്ബുകാര് പാട്ട് പാടാൻ നിൽക്കായിരുന്നു. അതിലാണ് ഈ അയ്യപ്പസ്വാമിയുടെ പാട്ടൊക്കെ പാടി പഠിച്ചവര് അവിടെ പാടിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞ് അന്നതൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ പിന്നെ പറയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുടിക്കല് പ്രശ്നം, അപ്പൊ പിന്നെ സൗകര്യം ഉണ്ടാവില്ല. അതില് പിന്നെ പിന്നാക്കായി. അതുവരെയൊക്കെ നല്ല പാട്ടുകാരൻ തന്നെയായിരുന്നു. ചേട്ടൻ ഇപ്പൊ വരുമ്പോ പറഞ്ഞു അതൊക്കെ നിർത്താനുള്ള പരിപാടികളിലേക്ക് തുടങ്ങി. പക്ഷെ കുറെ നാളായിട്ട് വേറൊരു ചിന്തയില്ലാതെ കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ കുടിക്കുമ്പോ നന്നായി പാടും ചെയ്യും, അതൊരു പ്രശ്നമാണ്. എന്താ കുടിക്കുമ്പോഴാണ് നന്നായി പാടി. ഇപ്പൊ പണ്ട് അങ്ങനെയല്ലായിരുന്നു. ആദ്യം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നില്ല, അപ്പൊ പാട്ടേ ചൊരച്ചിട്ടാണ്. അപ്പൊ ഏത് നോക്കിയാലും പുതിയൊരു പാട്ട് കേട്ടാ പിന്നെ കൊറേ എന്താ കൊറേ കാലകന്താനില്ലേ ആളുടെ കാസറ്റൊക്കെ മേടിച്ച് ഇഷ്ടംപോലെ പാട്ട് പാടി. അന്നൊക്കെ ഏറ്റവും നല്ല പാട്ട് പാടാന്ന് പറഞ്ഞാ ഇതന്നെയായിരുന്നു. ചേച്ചി പാട്ട് പാടുവോ? പാടല്ലേ? പുറത്തേക്ക് ഒരു കാര്യത്തിൽ എന്റെ മക്കളും ഇല്ല, 2 പേരില്ല. അവർക്കൊന്നും ഓരോരുത്തര് പിന്നെ സിനിമ അങ്ങനത്തെ ഡയറക്ട് ചെയ്യണം, ഇതിലേക്കാണ് സിനിമയിലേക്ക് ഭയങ്കര രണ്ടാമത്തെ. പാട്ടൊന്നും പാടില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞ ആള് ഡയറക്ഷൻ പഠിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞ് ചേതനയിൽ പോയി. അപ്പൊ നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. ഞാൻ ഇവര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയിരുന്നില്ല. ഞാൻ ഇവര് പഠിച്ച് 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോ മോൾക്ക് പഠിക്കണം വെച്ചിട്ടാണ് ഞാൻ ജോലിക്കായിരുന്നു. അപ്പൊ ഇവരെ പഠിപ്പിക്കാനും കൂടി ആകുമ്പോ നമുക്ക് വീടും കൂടി ആകുമ്പോ തികയില്ല. അപ്പൊ ജോലിക്ക് ഇറങ്ങി പോയപ്പോ അവൻ തന്നെ +2 കഴിഞ്ഞപ്പോ ജോലിക്ക് പോകും, പഠിക്കാൻ പോകും. പിന്നൊക്കെ പ്രൈവറ്റ് ആയിട്ടാണ് അവൻ ഡിഗ്രി ഒക്കെ പഠിച്ചത്. നമുക്ക് ചേട്ടന്റെ ഒരു പാട്ടും കൂടി കേട്ടാലോ? ചേട്ടാ ഒരു പാട്ടും കൂടി. ഓക്കെ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ,
നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ആഹാ ഓഹോ ആ നീലഗിരിയുടെ സഖികളെ ജ്വാലാർമുഖികളെ ജ്യോതിർമയിയാം ഉഷസ്സിന് വെള്ളിച്ചാമരം വീശുന്ന മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. ജിംസാൻ ഇങ്ങോട്ട് വന്നേ. പോവാ. വായ നിന്നെ ഒരു കാണാൻ വന്ന് നിന്നു. എന്റെ മൂത്ത മോനത്. അപ്പോ നമുക്ക് വിൽസൺ ചേട്ടന്റെ മകൻ വന്നിട്ടുണ്ട്. മകനെ ഒന്ന് പരിചയപ്പെടാം. പേര് ജിംസൺ. എന്ത് ചെയ്യണു? ഇലക്ട്രിക്കൽ പ്ലംബിങ് ചെറുതായിട്ട് വർക്ക് ചെയ്ത് പോകണം. പിന്നെ അച്ഛൻ നേരത്തെ ഇയാള് ജോലിക്ക് പോയിക്കായിരുന്നല്ലോ. അപ്പൊ ഞങ്ങള് ചോദിച്ചു മകൻ പാടുവന്നേ. അപ്പൊ പാടൂല്ലോ. രണ്ടുപേരും പാടാൻ പറ്റില്ല. ഇത് ശ്രമിച്ചിട്ടുണ്ടാ എപ്പോഴെങ്കിലും ഒക്കെ ഒരു മൂളിപ്പാട്ടൊക്കെ? ഇല്ല. അപ്പൊ നമ്മൾ വിൻസൻ ചേട്ടനെ പരിചയപ്പെട്ടു. വിൻസൻ ചേട്ടന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു. നല്ല നല്ല പാട്ടുകൾ കേട്ടു. ഫാമിലീനെ പരിചയപ്പെട്ടു. ഇന്ന് വെഞ്ചരിച്ച വീടാണ്. അപ്പോൾ നല്ലൊരു തുടക്കം തന്നെയാണ് വിൻസൻ ചേട്ടന്. എന്തായാലും ഒരു പാട്ടും കൂടി നമുക്ക് വിൻസൻ ചേട്ടൻ്റെ കേൾക്കാം. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ ദിവ്യകാരുണ്യമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, അധ്വാന ഭാരവും കണ്ണീരുമായി ചാരേ വരുന്നു ഞാൻ കാരുണ്യമേ, അധ്വാന ഭാരവും കണ്ണീരുമായി ചാരേ വരുന്നു ഞാൻ കാരുണ്യമേ, മാറോടു ചേർക്കണേ, പാപം ക്ഷമിക്കണേ, സ്വാന്തനമേകി നീ സുഖമാക്കണേ ഈശോ, എന്നെ നീ സുഖമാക്കണേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ. ചേട്ടൻ ഒരുപാട് തിരക്കിലായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്തൊക്കെയും ഒരു ചാനലുകാർ ചേട്ടനെ ഇൻ്റർവ്യൂ എടുക്കാൻ കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ നല്ല തിരക്കിലിടയിലും നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾക്ക് ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടിയാണ്, ഒരു മിനിറ്റ് കേട്ടാ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അത്രയും സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് പറഞ്ഞതും നമ്മളെ സ്വീകരിച്ചതും. അതുപോലെ തന്നെ ചേട്ടൻ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. അപ്പോൾ ചേട്ടനോട് ഈ ഒരു സമയത്ത് എനിക്ക് ഹൃദയം നിറഞ്ഞ നയം ചാനലിന് ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷമുണ്ട്. ഒപ്പം ചേട്ടൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞു. ചെറുപ്പം തൊട്ടേ ഉള്ളത് സിനിമയിൽ പാടണം, ഭക്തിഗാനങ്ങൾ പാടാനുള്ള അവസരം, ഒപ്പം MG ശ്രീകുമാർ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണം. അതുപോലെയുള്ള ചേട്ടൻ്റെ
ഇതുപോലുള്ള ചേട്ടൻ്റെ കുറേ സ്വപ്നങ്ങൾ എല്ലാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ സ്വപ്നങ്ങൾ നിറവേറപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ആശംസകളും ഹൃദയം നിറഞ്ഞ് അർപ്പിക്കുന്നു. ഓക്കെ, പ്രോഗ്രാമിൻ്റെത് കഴിഞ്ഞത് കൊണ്ട് അവസാനമായിട്ട് നമ്മൾ അയ്യപ്പൻ്റെ എല്ലാം കഴിയുമ്പോൾ പാടുന്ന പാട്ടുണ്ടല്ലോ, അതായത് ഹരിവരാസനം, അത് പാടാൻ ഇവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 4 വരി പാടി ഞങ്ങൾ അവസാനിപ്പിക്കാം. ഓക്കെ ചേട്ടാ. വാ. മോനെ കുട്ടി, നമുക്ക് തുടങ്ങാം. 4 വരി ഞാൻ പാടും ഹരിവരാസനം, കുട്ടി പിന്നെ 4 വരി പാടണം. അതോടെ നമുക്കത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ആ, ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഞാൻ വേറെ ഒരു ചാനലിൻ്റെ കൂടെ പോയിക്കായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, എന്നെ കാണലും എന്നെ കൊണ്ട് സംസാരിച്ച് ഇൻ്റർവ്യൂ ചെയ്യാനും വെയിറ്റ് ചെയ്ത് സ്നേഹിച്ച് എൻ്റെ കൂടെ വന്ന ഈ ചാനലിലെ എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.